മായ വിശ്വനാഥ്, മായ, ഈ അമ്മ സംഘടനയിലെ വിഴുപ്പലക്കലുകളാണോ ഇങ്ങനെയൊരു പരാതി കൊടുക്കാൻ മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തിയെ പ്രേരിപ്പിച്ചത്? മാർട്ടിൻ മേനാച്ചേരിയെ ആരെങ്കിലും കരുവാക്കിയതാണോ, ഉപകരണമാക്കിയതാണോ? എന്താണ് തോന്നുന്നത്? അല്ല, ഇത് നമ്മൾ ഇതുവരെ ലോകത്ത് കേൾക്കാത്തൊരു വിചിത്രമായ ഒരു പരാതിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. എനിക്ക് തോന്നിയത് തന്നെ ആദ്യം കോടതി ഇതെങ്ങനെ കേസെടുത്തെന്നാണ്. പിന്നെ അവർക്ക് ബോധ്യമായപ്പോൾ അവർ അതിനെ റദ്ദാക്കി. പക്ഷേ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഇത് ഇലക്ഷൻ സമയമായപ്പോഴാണ്, പ്രത്യേകിച്ച് മെയിൻ സീറ്റുകളിൽ ഇരിക്കാൻ പോകുന്നത്, പദവികൾ സ്വീകരിക്കാൻ പോകുന്നത് 2 സ്ത്രീകളാണ്. അപ്പം തൊട്ടാണ് പലർക്കും ഇതൊരു അസഹിഷ്ണുത പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന, അതിന് ഒരു വാചകമുണ്ട്. ആ വാചകം ഇപ്പം ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം തൊട്ട് തുടങ്ങിയ പല പ്രശ്നങ്ങളാണ് ഇന്ന് ഈ വെഴുപ്പിലക്കലും ഛർദ്ദിക്കലും. ശരിക്കും തന്നെ പൊതുജനത്തിന് നമ്മുടെ ഇപ്പം ബൈചേട്ടൻ പറഞ്ഞു, ബൈചേട്ടൻ ആദ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ എല്ലാ ബഹുമാനത്തോടെയും, അമ്മയാണ്, AMMA അല്ല, പ്ലീസ്. അത് നിങ്ങളുടെ സംഘടനയെ തന്നെ നമ്മൾ അങ്ങനെ കുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? അത് ആദ്യം ഞാൻ റിക്വസ്റ്റോടെ എല്ലാ ബഹുമാനത്തോടെ പറയണം, അമ്മ എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ബൈചേട്ടൻ സംഘടനയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ കുറച്ചും കൂടി കേൾക്കാൻ സുഖമാണ്. പക്ഷേ ഈ മാർട്ടിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അത് ഉറപ്പാണ്. കാരണം മാർട്ടിൻ കുറേ നാൾക്ക് മുന്നേ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന തോമസ് സാറ്, PK തോമസ് സാറ് ആരോപണത്തിൽ അയാളെ പുറത്താക്കുകയും ചെയ്തവനാണ് ഈ മാർട്ടിന് അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല, സിനിമയായിട്ടൊരു ബന്ധവുമില്ല. എന്നിട്ട് അയാൾ പറഞ്ഞ വിചിത്രമായ കേസ്, ഹൈക്കോടതിയിൽ 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഹൈക്കോടതിയിൽ വരുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എന്തിനാ കുട്ടികൾ ഹൈക്കോടതിയിൽ വന്നത്? പിന്നെ ഒരു മൊബൈൽ കാണുന്നത് അത് ഇന്ന സിനിമയാണെന്ന് മാർട്ടിൻ എങ്ങനെ മനസ്സിലായി? മാർട്ടിൻ അടുത്ത് ചെന്ന് ഇരുന്നാലല്ലേ അത് ഏത് സിനിമ എന്ന് അറിയുള്ളൂ. അപ്പം തീരെ കൊച്ചുകുട്ടികൾ ആ സിനിമ കാണുമ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് അതിന് കൂടെ നിന്നത്? അതെന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കും. അയാൾക്കെതിരെ ഇത് കേസെടുക്കേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും തിന്മയുള്ളൊരുത്തൻ എപ്പോഴാണ് ഇയാൾക്ക് സമൂഹത്തിനോട്, സൊസൈറ്റിയോട് ഒരു നന്മ വന്നു തുടങ്ങിയത്? ഇവിടെയൊക്കെയാണ് നമുക്ക് ചോദ്യം ചിഹ്നം വരുന്നത്. ഇത്രയേ ഉള്ളൂ, 2 സ്ത്രീകൾ ഭരിക്കട്ടെ. കുറേ നാളൊക്കെ പലരും ഭരിച്ചതല്ലേ. അപ്പോൾ 2 സ്ത്രീകൾ അവിടെ ഇരുന്നാൽ അവർ നാളെ അത് പ്ലസ് ആണോ മൈനസ് ആണോ അവർ വന്ന് ജയിച്ചു വന്നാലല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? ഇന്നലെ ഞാൻ ശ്വേത ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴും ഇത് പുരുഷന്മാരാണെന്ന് എന്ത് പറയും? സ്ത്രീകൾ കാണൂലേ ഇതിൻ്റെ ഇടയിൽ? ഒരു 2 സ്ത്രീകൾ ഇരിക്കുമ്പം ആർക്കൊക്കെ നിൽക്കാൻ പറ്റാത്തത്, അവർ നിന്നാൽ തോറ്റു പോകുമെന്ന് വിചാരമുള്ള ചിലവർ കാണൂല എൻ്റെ പിന്നിൽ. അതെന്തുകൊണ്ട് ആലോചിച്ചില്ല? എപ്പോഴും സ്ത്രീകൾക്കെതിരെ കുറേ സ്ത്രീകളായിരിക്കുമല്ലോ, കുറേ സ്ത്രീകൾ. പക്ഷേ ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ കുറേ സ്ത്രീകളായിട്ട് സംസാരിച്ചു, പുരുഷന്മാരായിട്ടും സംഘടനയിലെ പുരുഷന്മാരായിട്ട് സംസാരിച്ചപ്പോഴും അവരെല്ലാം ശ്വേത ചേച്ചിക്ക് സപ്പോർട്ടാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും സപ്പോർട്ടാണ്. ഇന്നലെ ശ്വേത ചേച്ചിയെ ഞാൻ സംസാരിച്ചപ്പോൾ ശ്വേത ചേച്ചി പറഞ്ഞത്, ഞാനൊരു രാത്രി 8 മണിക്കാണ് ചേച്ചി, ഒരു 7:30-ക്കൊക്കെയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. 4ാമത്തെ സ്ത്രീയാണ് മായ വിളിക്കണമെന്ന് പറഞ്ഞു. കൂടുതലും വിളിച്ചത് പുരുഷന്മാരായിരുന്നു ശ്വേത ചേച്ചി. സ്ത്രീകളും ചേച്ചിക്ക് സപ്പോർട്ടാണ്. പിന്നെ പകലൊക്കെ വിളിച്ചു കാണും ഇന്നൊക്കെ കൊണ്ട്. പക്ഷെ ഇതൊന്നുമല്ല. ശ്വേതയെ പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേത ചേച്ചി, ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്ത് കുക്ക് പരമേശ്വരം വന്നപ്പോൾ തൊട്ടാണ് ഈ വിഴുപ്പലക്കലും സർദിലുകളും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കേൾവികൾ. 32ാമത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് 2025 ജൂൺ 21 കഴിഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത കേസുകളും പല ആരോപണങ്ങളാണ് വന്നത്. എന്തുകൊണ്ടാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള് ഈ ഇലക്ഷൻ സമയത്ത് ഇത് കൊണ്ടുവന്നത്? അയാൾ അത്ര നന്മയുള്ളവനാണെങ്കിൽ ഈ പല സിനിമകൾ ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഇറങ്ങിയ എനിക്ക് തോന്നുന്നു രതിനിർവേദം 14.5 വർഷമായി. 2011 ഷൂട്ട് തുടങ്ങി, ജൂണിലാണ് ഇത് റിലീസ്. 2011 ആ സമയത്ത് 14.5 വർഷം 15 വർഷം ആവാൻ പോകുന്നു. അന്നൊന്നും വരാത്ത കേസ്. ഞാൻ അഭിനയിച്ച ചിത്രം കൂടിയാണ് അതിൽ ഇങ്ങനെ പറയുന്ന ഒന്നുമില്ല. അത് UA സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്.
UA സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയ്ക്ക് എങ്ങനെയാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ആദ്യം അയാളെ കൊണ്ട് ഒരു നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അയാൾക്ക് എന്തോ കുഴപ്പമുള്ള ഒരുത്തനാണ്. കുഴപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് സിനിമകൾ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന വിനുവേട്ടനായാലും ബൈച്ചേട്ടനായാലും അവരൊക്കെ എത്ര നല്ല സിനിമകൾ എടുത്തവരാണ്. എത്ര സിനിമകളിൽ നമ്മൾ പാട്ട് സീനുകൾ എടുത്ത് അന്നൊന്നുമില്ലാത്ത ഒരു ശ്വേതാ മേനന് മാത്രം. അങ്ങനെയാണെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞാല് ഷക്കീല ആരൊക്കെ എതിരെയാണ് നമ്മൾ കേസ് കൊടുക്കേണ്ടത് അല്ലേ? ഒരുപാട് മലയാളി സ്ത്രീകൾ ഒരുമ്പെട്ടിറങ്ങിയിട്ടുണ്ട്. അവര് സ്വന്തമായിട്ട് പോൺ സൈറ്റുകൾ അവരുടെ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, വളരെ സ്വകാര്യമായിട്ടുള്ള പ്രദർശനമുണ്ട്. ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാം. എല്ലാം നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും ഈ മാർട്ടിൻ മേനാച്ചേരി കണ്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. മാർട്ടിൻ മേനാച്ചേരി കണ്ടത് ശ്വേതാ മേനോന്റെ മാത്രമാണ്. കാരണം പുള്ളിക്ക് ശ്വേത ചേച്ചി ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. പുള്ളി അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തത്. അപ്പൊ പുള്ളി അത് പോൺ സൈറ്റുകൾ കാണുന്ന ഇയാളുടെ പേരിലാണ് ആദ്യം കേസ് എടുക്കേണ്ടത്. ഇയാൾക്ക് ഇങ്ങനെ എത്ര സൈറ്റുകളെ കുറിച്ച് അറിയാം? അത് ഇയാൾ ഈ കുട്ടികൾ കണ്ടത് ഇന്നതാണെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഇയാൾ അത് കൊണ്ടുപോയി ആസ്വദിച്ചിരിക്കായിരുന്നോ? അല്ല, ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഈ കുട്ടികൾ എന്തിനാണ് ഹൈക്കോടതിയുടെ അവിടെ വന്നത്? അത് സ്കൂളുള്ള സമയത്ത് കൃത്യമായിട്ട് പഠിച്ച സ്ക്രിപ്റ്റ് പറയുന്നുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ല, ഇയാളുടെ പിന്നിൽ ആരോ നല്ല ക്രിമിനൽ ബുദ്ധിയുള്ള. നമുക്ക് നോക്കാം. നമുക്ക് മറ്റ് പാനലിസ്റ്റുകളുടെ സംശയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം.